ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകാന്തിന്റെയും വർഷയുടെയും വെഡിങ് ആനിവേഴ്സറി വലിയ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ശ്രുതിയുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ വേണ്ടെന്നൊക്കെ അവര് വെക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ഇതൊക്കെ ഒരിക്കലല്ലേ വരുള്ളൂ വർഷത്തില്, നിങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിച്ചെന്ന് പറയാണ്. ശ്രുതിക്ക് അത്ര വലിയ സങ്കടമൊന്നുമില്ല എന്നുള്ള കാര്യം അവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആരും അങ്ങനെ നിർബന്ധിക്കാനായിട്ട് പോകുന്നുമില്ല. അങ്ങനെ വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ നടത്താന്നുള്ള പ്ലാനിലാണ് കേട്ടോ രണ്ടുപേരും. പിറ്റേ ദിവസം വെഡിങ് ആനിവേഴ്സറി ഡേ ആണ്. അന്നേ ദിവസവും നമ്മുടെ ശ്രീകാന്ത് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്തോ എമർജൻസി ആയിട്ട് പോകേണ്ടത് കൊണ്ടാണ് പോയിരിക്കുന്നത്. ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് വർഷ വരുന്ന സമയത്ത് ശ്രീകാന്തിന്റെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഫുഡ് താഴെ വീഴുന്നുണ്ട്. ആ ഫുഡിൽ ചവിട്ടിയിട്ട് പ്രിയ വീഴുകയും പ്രിയയ്ക്ക് കാലിന് ചെറിയൊരു ഫ്രാക്ചർ ആവുന്നുണ്ട്. നടക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പ്രിയയെ എടുത്തോണ്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ വർഷ വരുന്നത്. അതോടുകൂടിയിട്ട് വർഷ കലിപ്പില് അവിടുന്ന് പോകുന്നുണ്ട്. തുടർന്ന് വീട്ടിലാണെങ്കിൽ ഇതൊന്നും അറിയാതെ സച്ചിയും അതുപോലെ രേവതി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രേവതി റെഡി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഓരോ ദിവസം കൂടുന്തോറും വയസ്സ് കൂടിയിട്ടാണ് വരിക, എന്നാ നിനക്ക് വയസ്സ് കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുന്നത് കേൾക്കുമ്പോൾ, അല്ല പതിവായിട്ട് സച്ചിയേട്ടന് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലത്തെ സോപ്പിടലൊക്കെ ഞാൻ കേൾക്കുന്നതാണ്, എന്താ വല്ല കുടിക്കാനുള്ള പദ്ധതി ഇട്ടിട്ടാണെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. രേവതി, നീ ഇങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിന്നെ കാണാൻ മാത്രമേ ചെറുപ്പം തോന്നുള്ളൂ, പക്ഷെ നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളവികളെ പോലെയാണ്. കിളവിയാണെന്നുള്ള കാര്യമാണല്ലേ സച്ചേട്ടൻ പറഞ്ഞു വരുന്നത്. നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. സച്ചേട്ടനെ കാണാനും നല്ല ഭംഗിയുണ്ട്, ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്. ആഹാ, കറക്റ്റ് ആയിട്ട് സച്ചേട്ടൻ കണ്ടുപിടിച്ചല്ലോ. രേവതി, ഈയിടെയായിട്ട് നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, എന്റെ ഹസ്ബൻഡ് ആയെന്ന് പഠിച്ചതല്ലേ എന്ന് സച്ചിയുടെ അടുത്ത് തിരിച്ച് രേവതിയും പറയാണേ. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കടത്തി വിട്ടെന്നുള്ള കാര്യം തോന്നുന്നത്. എന്റെ ഇടയ്ക്ക് നമ്മുടെ രേവതി ആണെങ്കിൽ സാരിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. നീ എന്താ രേവതി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്ലീറ്റ്സ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ പ്ലേറ്റ്സ് ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതേസമയം റെസ്റ്റോറന്റിൽ നിന്ന് തിരിച്ചെത്തിയ നമ്മുടെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയെ കാണുന്നില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് സമയമായി. ഇവളെ കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുവാണേ. ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ രവിയാണെങ്കിൽ റെഡിയായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അച്ഛൻ റെഡിയായോ അമ്മ റെഡിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളില് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണേ. അതെന്താ വെച്ചാൽ റൂമിനുള്ളിൽ പെയിന്റ് അടിക്കുകയാണോ? അയ്യോ സച്ചേട്ട, അതല്ല, നമ്മുടെ ശ്രുതി അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, ആ പെയിന്റ് ആണല്ലേ ഉദ്ദേശിച്ചത്. ഓ, ആ പെയിന്റിനെ കുറിച്ചിട്ടാണല്ലേ അച്ഛൻ പറഞ്ഞത്. അല്ലെങ്കിലും അച്ഛ, ആണുങ്ങൾ എപ്പോഴും പെട്ടെന്ന് റെഡിയാകും, എന്നാ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ റെഡിയായോ എന്നുള്ള കാര്യം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. സച്ചി ഇങ്ങനെ കളിയാക്കി പറയുന്നത് കേൾക്കുമ്പോൾ രേവതി, നീ ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല അച്ഛ, ഞാനൊന്നും വിചാരിക്കുന്നൊന്നുമില്ല, പക്ഷെ ഭാര്യ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരിയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഭിമാനം ഭർത്താവിന് തന്നെ അല്ലേന്ന് ചോദിക്കുമ്പോൾ അതച്ഛ എന്തായാലും അവള് പറഞ്ഞത് കറക്റ്റ് ആണ്. അമ്മയുടെ കുറച്ചും കൂടി കൂടുതൽ പെയിന്റ് അടിക്കാൻ വേണ്ടി പറ. അമ്മ നല്ല സുന്ദരിയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണല്ലോ അതിന് അഭിമാനം. എടാ, നീ ചുമ്മാ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ഈ പോവാൻ നേരത്തെ അവളത് കേട്ടിട്ട് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ശ്രുതിയുടെ മുറിയിൽ നിന്നുകൊണ്ടാണ് ചന്ദ്രയ്ക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുന്ന ചന്ദ്രയാണെങ്കിൽ നന്നായിട്ടുണ്ട്, ആളെ മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആളെയൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ശ്രുതി. അതല്ല ശ്രുതി ഉദ്ദേശിച്ചത്, ആന്റി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചാണ്. ഞാനല്ലെങ്കിലും സുന്ദരി തന്നെയാണ്, ചെറുപ്പം മുതലേ എല്ലാവരും പറയാറുണ്ടെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുവാണ്. അല്ലെങ്കിലും ആന്റി, ഞാൻ ലൈറ്റായിട്ട് ടച്ചപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആന്റി ഭയങ്കര സുന്ദരിയാന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര അങ്ങ് പൊങ്ങി എത്തുന്നുണ്ട്. അതിനിടയ്ക്ക് ചന്ദ്രയെ സമയാവുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവി അവിടുന്ന് വിളിക്കുന്നുണ്ട്. വാട സമയം ഇറങ്ങാ എന്ന് പറഞ്ഞിട്ട് 3 പേരും അവിടുന്ന് ഇറങ്ങുവാണ്. കഴിഞ്ഞ ശേഷം ശ്രീകാന്തിനെയും അതുപോലെ വർഷയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഉടനെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതാ റെഡി ആവാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. വർഷ എന്താ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി തമാശക്ക്. അവള് ഇവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവൾ ഇവിടെ ഇല്ല എന്നോ, എന്താ അവള് റെഡി ആയിട്ട് നേരത്തെ പോയോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ വർഷ എവിടെയാന്നുള്ള കാര്യം അറിയില്ലല്ലോ, എങ്കിലും ശ്രീകാന്ത് ഡബ്ബിങ്ങിന് പോയതാണെന്നാണ് പറയുന്നത്. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവള് ഡബ്ബിങ് ചെയ്യാൻ വേണ്ടി പോയിരുന്നോ, ഇന്ന് നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണ ദിവസമല്ലേ. അല്ലമ്മേ, അവക്ക് പെട്ടെന്ന് എന്തോ ഒരു വർക്ക് തീർത്ത് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. വേഗം വരുന്ന ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഇന്ന് ഫംഗ്ഷന് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തത്, എന്നിട്ട് അവക്ക് ലീവ് എടുത്തുകൂടായിരുന്നോ? അച്ഛ, ഇന്ന് അവള് ലീവൊക്കെ എടുത്തതാണ്, പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു വർക്ക് തീർത്ത് കൊടുക്കേണ്ടത് വന്നതുകൊണ്ട് പോയതാണ്. അവള് സ്ട്രെയിറ്റ് ആയിട്ട് ഹാളിലേക്ക് വരാന്നാ പറഞ്ഞത്. ഇത് കേട്ട ഉടനെ സുധിയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ബിസിനസ്മാൻ ആണ്, ഞാൻ തന്നെ ലീവ് എടുത്തിട്ട് നിങ്ങളുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വരുന്നു, നീ ഒന്ന് ചുമ്മാതിരിക്കടാ, വെറുതെ ലെറ്ററിൽ ഇങ്ങനെ അടിച്ചു ഇതാക്കുന്നത് പോലെ എപ്പോഴും ബിസിനസ് മാനാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തുടർന്ന് രവി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണ ദിവസമാണ്, നിങ്ങളാണ് ആദ്യം പോകേണ്ടത്, നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ശരിയാവാന്നൊക്കെ ശ്രീകാന്ത് അടുത്ത് ചോദിക്കുമ്പോൾ
ഇല്ല അച്ഛാ, നിങ്ങൾ എല്ലാവരും പോവാൻ നോക്കുക അച്ഛാ, അവള് പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് ഒഴിഞ്ഞു പോവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും, അല്ലെങ്കിലും നിന്റെ ഭാര്യ ആര് പറഞ്ഞാലാ കേൾക്കുക, അല്ലെങ്കിലും അവൾക്ക് തോന്നുന്ന കാര്യങ്ങളല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വർഷേപരായിക്കൊണ്ടിരിക്കുമ്പോ അവൾ വരുന്നുള്ള കാര്യം പറഞ്ഞില്ലേ. മുതിർന്നവരായിട്ട് നമ്മളെങ്കിലും നേരത്തെ പോകാം എന്ന് പറഞ്ഞിട്ട് അവര് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവരെല്ലാവരും റെഡി ആയിട്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോഴേക്കും സച്ചിക്ക് രേവതിക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. ശ്രീകാന്തിന്റെ മുഖഭാവം ഒന്നും അത്ര ശരിയല്ലാത്തത് കൊണ്ട് തന്നെ സച്ചി ശ്രീകാന്തിന്റെ പുറകെ തന്നെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താണ് പ്രശ്നം, വർഷ എവിടെയെന്ന് ചോദിക്കുമ്പോ അതിൽ സച്ചിയേട്ടാ പറഞ്ഞത് അവള് ഡബിങ്ങിന് പോയി എന്ന്. ഉടനെ രേവതി മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. ശ്രീകാന്തെ, നീ കള്ളം പറയാന്നുള്ള കാര്യം മനസ്സിലായി, എവിടെ പോയി വർഷ? തുടർന്ന് സച്ചിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ, ഞാൻ നിന്റെ ഏട്ടനാണ്, നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയില്ലേ, എന്താണ് പ്രശ്നം, വർഷ എവിടെ? അറിയില്ല സച്ചിയേട്ടാ, അവൾ എവിടെ പോയി എന്നുള്ള കാര്യം. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്നുള്ള കേട്ട ഉടനെ തന്നെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ എന്നാണ് കേട്ടോ രേവതി ചോദിക്കുന്നത്. അങ്ങനെ റെസ്റ്റോറന്റിൽ വെച്ചിട്ടുണ്ടായ സംഭവത്തെ കുറിച്ചിട്ട് സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും പറയുന്നുണ്ട്. ഫുഡ് താഴെ വീണു, അതിൽ ശ്രദ്ധിക്കാതെ നമ്മുടെ പ്രിയ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴാണ് വീണത്. അവൾക്ക് നടക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ രംഗം കണ്ടുകൊണ്ട് കയറി വന്ന വർഷയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം അവള് എവിടെ പോയെന്നുള്ള കാര്യം അറിയില്ല. ഇത് കേട്ട് സച്ചിയാണെങ്കിൽ, എടാ നീ ചെയ്തത് നല്ല കാര്യമല്ലേ, അവളെ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്തത്, അതില് വർഷയ്ക്ക് ഇപ്പൊ ദേഷ്യം പിടിക്കേണ്ട കാര്യം എന്താണ്? ഒരുപക്ഷെ വർഷയുടെ കണ്ണിൽ തെറ്റായിട്ട് അവൾക്ക് തോന്നി കാണുമെന്ന് രേവതി പറയുമ്പോൾ ഇതിൽ എന്ത് തെറ്റാണുള്ളത്? ശ്രീകാന്ത് അങ്ങനത്തെ ആ തരത്തിലുള്ള ഒരാളാണോ? പിന്നെ അവൾ എന്ത് ലവാണ് ചെയ്തത്? സച്ചേട്ടൻ കിടന്ന് ഒച്ചയെടുക്കല്ലേ, എല്ലാവരും കേൾക്കും. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടാ എനിക്ക് എന്താ പേടിയാവുന്നുണ്ട്, ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും വരില്ലേ, ആ സമയത്ത് ഞാൻ മാത്രം അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇൻസൾട്ട് ആവില്ലേ അവളുടെ അച്ഛനും അമ്മയും ചോദിക്കുന്ന സമയത്ത് സച്ചേട്ടാ ഞാൻ എന്താണ് ചെയ്യുക? അതല്ലെങ്കിലും അവര് എപ്പോഴാണ് പ്രശ്നം ആരംഭിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരം നോക്കി നിൽക്കുവാണ്. എന്തായാലും നീ ടെൻഷൻ ആവൊന്നും വേണ്ട, നിന്റെ പേരിൽ ഒരു തെറ്റും ഇല്ലല്ലോ. വർഷ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയല്ലേ, അല്ലെങ്കിൽ ഞാൻ അവൾ എങ്ങനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ഇനിയിപ്പോ സച്ചിയേട്ടാ നമ്മൾ എന്താ ചെയ്യാ? ഗാന്ധിന്റെ അടുത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നീ എല്ലാവരുടെ കൂടെ റെഡി ആയിട്ട് പോ, ഞങ്ങള് വർഷയും കൂട്ടിയിട്ടേ അങ്ങോട്ടേക്ക് വരുവുള്ളൂ, നീ ടെൻഷൻ ആവണ്ട, ഫംഗ്ഷൻ നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ നടക്കുന്നുള്ള കാര്യം സച്ചി വാക്കു കൊടുക്കുവാണ് കേട്ടോ ശ്രീകാന്തിന്. അതുപോലെ തന്നെയാണ് രേവതിയും ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നത്, ഞങ്ങള് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. അതുമാത്രമല്ല ആരടുത്തും നീ ഒരു കാര്യവും പറയരുത്, ഞങ്ങള് എങ്ങനെയെങ്കിലും വർഷയെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് സച്ചി രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. സച്ചിയും രേവതിയും പറഞ്ഞ ആ വാക്കിന്റെ പുറത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ റെഡി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. തുടർന്ന് എല്ലാവരും ഫംഗ്ഷന്റെ ഹാളിൽ എത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുവാണ് രവിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടി ചേർന്നിട്ട്. അതിനിടയ്ക്ക് ശ്രുതിയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എന്തായിരിക്കും ഫോൺ എടുക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ശ്രീകാന്തിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്രയാണെങ്കിൽ ശ്രീകാന്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് വർഷ പോന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അവളമ്മ ഇപ്പൊ വരുന്നാണ് ശ്രീകാന്ത് പറയുന്നത്. എടാ, നിങ്ങളുടെ ഫംഗ്ഷനല്ലേ ഇന്ന്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വരുന്നത്, എന്നാൽ രണ്ടുപേരും തനിയെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക? ഇതുകൊണ്ട് ശ്രീകാന്ത് ഞാൻ പറയുന്നത്, അവളെ അവളുടെ ഇഷ്ടത്തിന് ആടാൻ വേണ്ടി വിടരുത് എന്ന്, നിന്റെ കൺട്രോളിൽ അവളെ വെക്കണോ എന്നുള്ള കാര്യം. ഇത് കേട്ടുകൊണ്ട് വന്ന രവിയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയെ തന്റെ കൺട്രോളിൽ വെക്കണമെന്നോ? അത് ചന്ദ്ര നീയാണോ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ കൺട്രോൾ മീറിയിട്ട് ഞാൻ പോയോ? നീ എപ്പോഴെങ്കിലും എന്റെ വാക്ക് കേട്ടിട്ടുണ്ടോ ചന്ദ്ര? നിനക്കൊരു ന്യായം, മരുമോക്ക് വേറൊരു ന്യായം, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവി. അതിനിടയ്ക്ക് ശ്രീകാന്ത് ആണെങ്കിൽ അങ്ങ് മാറി നിന്നിട്ട് ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും വന്നു, ഇന്ന് അവരുടെ ഫംഗ്ഷനല്ലേ, അപ്പോ അവരല്ലേ ഇവിടെ നിൽക്കേണ്ടത്. ആദ്യം നിങ്ങൾ ശ്രീകാന്തിന്റെ മുഖം നോക്കിയേക്ക്, അവന്റെ മുഖം ആകെ വാടിപ്പോയി സങ്കടത്തിലുള്ളതെന്നുള്ള കാര്യം തോന്നുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ശ്രീകാന്തിന്റെ അരികിലേക്ക് ശ്രുതിയും വരുന്നുണ്ട്. നീ വർഷ എത്താത്തിന്റെ പേരിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല സുധേട്ടാ, അവള് വരും എന്നുള്ള കാര്യം ശ്രീകാന്ത് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി പറയുന്നത്, ഇത് തന്നെയല്ലടാ നീ അവിടെ നിന്ന് ഇറങ്ങുന്നത് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവള് വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ, എന്തായാലും അവള് വന്നേ പറ്റുള്ളൂ ഫംഗ്ഷന്. ഇത് നോക്ക്, ബാമ വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ അങ്ങ് പറഞ്ഞു വിടാണ് കേട്ടോ രവി. ബാമയുടെ അരികിലേക്ക് എത്തുന്ന ചന്ദ്രയുടെ അടുത്ത് ബാമ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയില്ലേ എന്ന്. നീ കറക്റ്റ് സമയത്താണ് എത്തിയത്. വന്ന ഉടനെ തന്നെ വർഷയെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. വർഷയാണെങ്കിൽ ഡബിങ്ങിന് പോയതെന്ന് കേട്ട ഉടനെ തന്നെ ഇന്നും അവൾക്ക് ഡബിങ് ആണോ എന്ന് ചോദിക്കുകയാണെ. ഇല്ല ആന്റി, ഇപ്പൊ അവള് വരും, ആന്റി ഉള്ളിലേക്ക് ഇരിക്കുന്നു പറഞ്ഞു ശ്രീകാന്ത് നൈസായിട്ട് ഒഴിവാക്കി വിടുന്നുണ്ട്. അവരൊക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ, വരുന്നവരും പോകുന്നവരൊക്കെ ഇനി ചോദിക്കാൻ വേണ്ടി തുടങ്ങും. അവരുടെ അടുത്തെല്ലാം നീ ഈ മറുപടി പറഞ്ഞു നിന്നോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്രൻ ഉള്ളിലേക്ക് കയറി പോവാണേ. അത് കഴിഞ്ഞിട്ട് ആനന്ദ് വരുന്നുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് ഉള്ളിലേക്ക് ഇരിക്കാൻ ശ്രീകാന്ത് പറയുന്നുണ്ട്. നേരെ ശ്രുതിക്കരികിലേക്ക് ചെല്ലുന്നത്. ചെന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് ഫംഗ്ഷന് ഡ്രിങ്ക്സ് ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ഇതില് ഡ്രിങ്ക്സ് ഒന്നുമില്ല, എന്റെ ആനിവേഴ്സറിക്ക് തന്നെ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് മൊത്തത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് ഇതിൽ ഡ്രിങ്ക്സിന്റെ ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞു കേട്ട ഉടൻ തന്നെ, അയ്യോ ഇത് ഇന്നലെ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഈ പാർട്ടിക്ക് വരില്ലായിരുന്നു, പലിശ പിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയേനെന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടുന്ന് പോകുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. എനിക്കറിയുന്ന ഒരേ ഒരാള്
നിങ്ങൾ മാത്രമാണ് ബ്രോ പോലെ എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ പിടിച്ചു നിർത്തുവാണ് കേട്ടോ ആനന്ദിനെ. അത് കഴിഞ്ഞിട്ടാണ് മഹിമയും അതുപോലെ മധുസൂദനും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വരുമ്പോ തന്നെ കാണുന്ന ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നല്ല ഡെക്കറേഷൻസ് ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് മധുസൂദനൻ കയറി വരുന്നത്. അവർ രണ്ടുപേരും വരുന്നത് കാണുമ്പോഴേക്കും ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ സംസാരിച്ചിട്ട് ആ ജംഗ്ഷനിൽ ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് വരാനൊക്കെ ആരൊക്കെ റൂട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. കാരണം വന്ന ഉടനെ തന്നെ വർഷം എവിടെയെന്നുള്ള കാര്യം അവർ ചോദിക്കുമല്ലോ. മോനെ എന്ന് പറഞ്ഞ് മഹിമ വിളിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ആണെങ്കിൽ അത് കേൾക്കാത്ത മട്ടിൽ അങ്ങ് ഫോൺ ചെയ്ത് അങ്ങ് പോവാണ് കേട്ടോ. മഹിമയും മധുസൂദനും ഉള്ളിലേക്ക് കയറി വരുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. കൂടെ രവിയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. മഹിമയും മധുസൂദനെയും കാണുമ്പോഴേക്കും ഭയങ്കര ഗംഭീര സ്വീകരണമൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. വന്നോടെ തന്നെ മഹിമയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് ഞങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് പോയെന്ന് പറയണേ. ഒരുപക്ഷെ അവൻ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ അരികിലേക്ക് ചന്ദ്രമതി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഫോണിൽ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ശ്രീകാന്ത് ആക്ഷൻ കാണിക്കുന്നത്. എടാ നിന്റെ അമ്മയപ്പനും അമ്മായിമ്മയും വന്നിട്ടുണ്ട്, വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വരുന്നുണ്ട്. ആ ആന്റി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അരികിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. അല്ല മോനെ വർഷം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവള് ഡബിങ്ങിന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ പറയുന്നത്. ഇന്നും അവള് ഡബിങ്ങിന് വേണ്ടിയിട്ട് പോയി, അതെങ്കിൽ വേറൊന്നുമല്ല ഇന്നെന്തോ എപ്പിസോഡ് പോകാനുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് അവള് പറഞ്ഞത് എന്ന് കരുതിയിട്ട് ഇന്ന് നിങ്ങൾ ഫംഗ്ഷൻ വെച്ചതല്ലേ എന്നൊക്കെ മഹിമ ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് മധുസൂദനൻ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് അവളുടെ അടുത്ത് ഈ ജോലി വേണ്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 100 തവണ പറഞ്ഞത്. അവള് കേൾക്കില്ല. ശ്രീകാന്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് അവള് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുവാണേ. ഞാൻ അവളെ വിളിച്ച സമയത്ത് ഫോൺ എടുത്തില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് മഹിമ പറയുമ്പോൾ അവള് സ്റ്റുഡിയോയിലായിരിക്കും, കുറച്ച് കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. വർഷം എത്തിക്കോളും, നിങ്ങളെല്ലാവരും ഇവിടെ പുറത്തുനിന്ന് സംസാരിക്കേണ്ട, ഉള്ളിലേക്ക് ഇരിക്കുക പറഞ്ഞിട്ട് രവി എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് അവളുടെ അടുത്ത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവരെല്ലാവരും ശ്രീകാന്ത് ഒറ്റയ്ക്കാണ് സ്വീകരിച്ചിരുത്തുന്നത്. മീര അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ അരികിലേക്ക് ചെന്നിട്ട് സച്ചിൻ രേവതി ഇല്ലേ എന്നുള്ള കാര്യമാണ് കേട്ടോ മീര ആദ്യം ചോദിക്കുന്നത്. നീ ഞാൻ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവരെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, അവർ രണ്ടുപേരും ഇങ്ങനത്തെ ഫംഗ്ഷനിലൊക്കെ നല്ല റൊമാൻറ്റിക് ആയിരിക്കും, അത് കാണാൻ കൂടിയാണെന്നൊക്കെ പറയാണ്. നീ രേവതിയുടെ അടുത്ത് സംസാരിച്ചിട്ട് അവളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞേക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇല്ലടി ഞാൻ അതൊക്കെ നോക്കിക്കോളാം, നമുക്ക് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയുടെ ഫ്രണ്ട് വരുവാണ് കേട്ടോ മഹേഷ് വന്ന ഉടനെ തന്നെ ശ്രീകാന്ത് നീ എന്താ ടെൻഷനായിട്ട് ഇരിക്കുന്നത്, നിന്റെ വൈഫ് വരുമോ എന്നുള്ള ഭയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ ഞെട്ടൊന്നും വേണ്ടടാ, സച്ചി എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, അവൾ വരും, നീ ഇവിടെ തനിയെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും, നിന്നെ സമാധാനപ്പെടുത്തി നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് സച്ചി എന്നെ ഇങ്ങോട്ട് അയച്ചത്. മഹേഷേട്ടാ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഒരുപക്ഷെ അവൾ വന്നില്ലെങ്കിലോ, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ടടാ, അവർ രണ്ടുപേരും പോയിട്ടില്ലേ, അവരെ കൂട്ടിക്കൊണ്ട് തന്നെ വരും. എടാ നല്ലൊരു ദിവസമായിട്ട് നീ എന്തിനാണ് മുഖം ഇങ്ങനെ ഡിം ലൈറ്റ് പോലെ വെച്ചിരിക്കുന്നത്, നല്ല ബ്രൈറ്റ് ആയിട്ട് വെക്കടാ, ചിരിക്കടാ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചിരിക്കുന്നുണ്ട്. ഇതാണ് വേണ്ടത്, നീ ചെന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിരുത്താൻ നോക്കടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണ് ശ്രീകാന്തിനെ. അങ്ങനെ ശ്രീകാന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വർഷം എന്താ വരാത്ത എന്നുള്ള കാര്യം ചോദിച്ചിട്ട് മധുസൂദനൻ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവള് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും എത്തി, ഇനി വർഷം മാത്രമേ എത്താനുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താലോ? വർഷം വരാതെന്ന് ചോദിക്കുമ്പോൾ അല്ല എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, ചെറിയ ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ ഒക്കെ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചന്ദ്രമതിയുടെ അടുത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടി പറയുമ്പോൾ വർഷം വന്നതിന് ശേഷം ഞാൻ കളിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഒഴിഞ്ഞു മാറുവാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും ചന്ദ്രയെ നിർബന്ധിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറ്റുന്നുണ്ട്. ചന്ദ്ര ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം മധുസൂദനൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ നന്നായിട്ട് ആടുന്നുണ്ടല്ലോ എന്ന്. ഇത് കേട്ട് രവിയാണെങ്കിൽ അവൾ ആട്ടക്കാരിയൊന്നുമല്ല, ഭരതനാട്യ ഡാൻസർ ആണെന്ന് പറയാണേ. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാര്യ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, അവരെ ഒരു ഡാൻസർ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവളുടെ ചെലവിൽ ജീവിക്കായിരുന്നു, റിട്ടയർഡ് ആവുന്നത് വരെ വെറും KSRTC ഡ്രൈവർ ആയിരിക്കാൻ മാത്രമല്ല നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് രവിയെ കുത്തുന്ന രീതിയിലൊക്കെ മധുസൂദനൻ സംസാരിക്കുന്നുണ്ട്. അത് അവളുടെ കഴിവാണ് എന്ന് കരുതിയിട്ട് അവളുടെ കഴിവിൽ ഞാൻ വലിയ ആളാവണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ രവി. ഞാൻ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് എന്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി അവസാനം വരെ KSRTC ഡ്രൈവറായിട്ടിരുന്നാലും എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി രവി വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേട്ട മധുസൂദനാണെങ്കിൽ ചമ്മി പോകുന്നുണ്ട്. സുധനാകെ ചമ്മി പോലെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് വർഷയെ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം ചെല്ലുന്നത് ഡബിംഗ് സ്റ്റുഡിയോയിലേക്കാണ്. സച്ചിയും അതുപോലെ രേവതിയും അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഉടനെ തന്നെ ഞങ്ങള് വർഷയുടെ ബന്ധുക്കാരാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നാണ് അവിടുത്തെ ആള് പറയുന്നത്. ഞങ്ങൾക്ക് വർഷയൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇന്ന് വർഷ ഡബിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണ് അയാൾ അറിയിക്കുന്നത്. വീട്ടിൽ നിന്ന് ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് വരില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇവിടെ അല്ലാതെ അവൾ മറ്റെവിടെയെങ്കിലും ഡബിങ്ങിന് പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തും കൂടി പോകാറുണ്ട്. അത് എവിടെയെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാ അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് സച്ചി രേവതിയും അങ്ങോട്ടേക്ക് പുറപ്പെടുവാണേ. അതേസമയം അവിടെയാണെങ്കിൽ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് ടെൻഷൻ അടിച്ചിട്ട് പുറത്ത് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് സുധിയും അതുപോലെ ശ്രുതിയും അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ശ്രീകാന്തിന്റെ അടുത്ത് സുധി ചോദിക്കുമ്പോൾ വരുന്നവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. ഇനി ആരും വരാനില്ല, വർഷ ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ വർഷ ഇത്രയും നേരമായിട്ട് വരാത്തത്? അവള് വന്നോണ്ടിരിക്കുകയാണ് ചേച്ചി എന്ന് ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിയാറായി, ഇത്ര വേഗം കഴിയാറായോ എന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുമ്പോ പിന്നല്ലാതെ ആന്റി ഇപ്പൊ തന്നെ ടയർഡായി എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വേഗം അവിടെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഡാൻസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അമ്മ ഇത്രയും പെട്ടെന്ന് ഡാൻസ് അവസാനിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ എടാ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ല വർഷ വന്നോന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ അവൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇത്ര നേരമായിട്ട് അവൾ വന്നില്ലേ, നീ ഒരു കാര്യം ചെയ്യും, നീ കോൾ ചെയ്തിട്ട് എനിക്ക് താ, ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാന്ന് പറയുമ്പോ അമ്മ ഞാനല്ലേ പറയുന്നത്, അമ്മ ചെന്നിട്ട് കളിക്ക്, ബാമാൻറ്റി ഉണ്ടല്ലോ, ബാമാൻറ്റി അത്യാവശ്യം ഡാൻസ് ഒക്കെ കളിക്കല്ലോ. അയ്യോ എനിക്ക് നിന്റെ അമ്മയെ പോലെ ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല എന്ന് ബാമ പറയുവാണേ. അതും ഇത്രയും ആൾക്കാരുടെ മുമ്പില്. ആന്റി ഇവിടെ എന്താ കോമ്പറ്റീഷനാണോ നടക്കാൻ വേണ്ടി പോകുന്നത്? ആന്റി കുറച്ച് ജോളിയായിട്ട് കളിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് നിർബന്ധിക്കുവാണ് കേട്ടോ. വന്ന് നീ ഇപ്പൊ സച്ചിയെ പോലെ സംസാരിക്കുന്നതെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണല്ലോ അവിടെ കിടന്നിട്ട്. ഇല്ല അമ്മേ, ഒരിക്കലും സച്ചിയെ പോലെ ആർക്കും സംസാരിക്കാൻ വേണ്ടി പറ്റില്ല, അവൻ ചുമ്മാ വന്ന് ഓരോന്നിങ്ങനെ വിളിച്ചു പറയുന്നൊക്കെ സുധി അവിടെ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്. സുധിയേട്ടനൊന്നും മിണ്ടാതിരിക്കും, നിങ്ങൾ ചെന്ന് കളിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അവരെ കളിപ്പിക്കുവാണ് ശ്രീകാന്ത്. അത് കഴിഞ്ഞിട്ട് മഹിമയെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി വിളിക്കുന്നുണ്ട്. ആദ്യം മഹിമ മടിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ആണെങ്കിൽ ആന്റി ചെല്ല് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ മഹിമ പോകുന്നുണ്ട്. ഇവിടെ എന്താണ് നീ ഓരോരുത്തരെ മാറ്റി മാറ്റി ഡാൻസ് കളിപ്പിച്ചോണ്ടിരിക്കണോ? ഇത് കാണാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? വിശക്കുന്നുണ്ടടാ, കേക്ക് കട്ട് ചെയ്തായിരുന്നെങ്കിൽ പെട്ടെന്ന് കഴിക്കായിരുന്നു എന്നൊക്കെ സുധി പറയുമ്പോൾ അവിടെ ഭക്ഷണം തന്നെ റെഡിയാണ്, സുധിയേട്ടൻ പോയിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് ശ്രീകാന്ത് അവിടുന്ന് പോവുകയാണ്. ഇവൻ എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ അവൻ ഭയങ്കര ടെൻഷനിലാണ്. എന്തായാലും നമുക്ക് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് സുധിയും കൂട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് മഹിമ ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ മധുസൂദനം മുഖമൊക്കെ അങ്ങനെ വീർപ്പിച്ച് വെച്ച് ഇരിക്കുവാണ് കേട്ടോ. കാരണം വർഷ വന്നിട്ടില്ലല്ലോ, എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ്. അതിനിടയ്ക്ക് രവിയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു കോമഡി അടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ നന്നായിട്ട് ആടുന്നുണ്ടല്ലോ, അവരെ ഡാൻസ് കളിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും അവരുടെ ചെലവില് വലിയ ആളാവായിരുന്നല്ലോ. കിട്ടിയതൊന്നും രവി മേടിച്ചു വയ്ക്കുന്നൊന്നുമില്ല കേട്ടോ, കറക്റ്റ് ആയിട്ട് തിരികെ കൊടുക്കുന്നുണ്ട്. മധുസൂദനൻ തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കുവാണ്. ശ്രീകാന്ത് ആണെങ്കിൽ വീണ്ടും വർഷയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിന്റെ ടെൻഷൻ കണ്ടിട്ട് മഹേഷ് ആണെങ്കിൽ അരികിലേക്ക് ചെന്നിട്ട് എന്താടാന്ന് ചോദിക്കുകയാണ്. വർഷയുടെ ഫോണ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. ഫംഗ്ഷൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെടുന്നൊക്കെ പറയുമ്പോൾ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ നീ സച്ചിക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കെന്ന് പറയുകയാണേ. സച്ചിയെ വിളിക്കുമ്പോൾ പറയുന്നത് ഡബിംഗ് സ്റ്റുഡിയോയിൽ പോയി നോക്കി, പക്ഷെ അവിടെ എത്തിയിട്ടില്ല എന്നാണ്. ഇപ്പൊ വേറൊരു സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ സച്ചിയേട്ട ഇവിടെ അമ്മ ആദ്യം ഡാൻസ് കളിച്ചു, വീണ്ടും അമ്മയും ബാമാൻറ്റിയും അതുപോലെ തന്നെ മഹിമാൻറ്റിയും എല്ലാവരെയും കൂടി ചേർത്തിട്ട് ഡാൻസ് കളിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആഹാ ഇത് നല്ല കളിയാണല്ലോ, ഞങ്ങളും അവിടെ വന്നിട്ട് ഒരു ഡാൻസ് കളിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയേട്ട ഞാനിവിടെ മുള്ളിൽ നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. വർഷയുടെ അച്ഛനും അമ്മയും ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അവരെന്തെങ്കിലും സംഭവം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നീ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട എന്നും ഞങ്ങള് വർഷയും കൂട്ടിക്കൊണ്ടേ അങ്ങോട്ടേക്ക് വരുള്ളൂ എന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും. അവിടെ ചെന്നിട്ട് വർഷയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ അവളൊരു 10 മിനിറ്റ് ഡബിങ് ചെയ്തിട്ട് പോയി എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. എങ്ങോട്ട് പോയെന്നുള്ള കാര്യം വല്ലതും പറഞ്ഞിരുന്നു ചോദിക്കുമ്പോൾ അവള് ഇവിടെയുള്ള സാറെടുത്ത് വക്കീലിനെ കുറിച്ചിട്ട് ചോദിക്കുന്നത് കേട്ടോ. അവളുടെ ഫ്രണ്ടിന് എന്തോ ഇഷ്യൂ ഉണ്ട്, ഡിവോഴ്സിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വക്കീലിനെ കാണാൻ വേണ്ടി പോകണം, അറിയുന്നവരുണ്ടോന്ന് ചോദിച്ചു എന്ന് പറയാണേ. സാറാണെന്നുണ്ടെങ്കിൽ ഒരു ലോയറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ആരാണ് എവിടെയാണെന്നുള്ള കാര്യം അറിയോന്നുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോയറിന്റെ പേരും സ്ഥലവും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ആണെങ്കിൽ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രീകാന്തുമായിട്ട് അടിയുണ്ടാക്കിയതിന്റെ പേരിൽ ഇനിയിപ്പോ ഡിവോഴ്സിന്റെ മറ്റോ പോവാൻ വേണ്ടിയിട്ട് പോവാണോ എന്തൊക്കെയാ സച്ചേട്ടൻ ഈ പറയുന്നത്? ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പൊ ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കോ? ഇപ്പൊ രേവതി ആരാണ് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ഇട്ടിട്ട് അങ്ങ് പോകും. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയെന്ന് പറയുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും എന്ന് വെച്ചാൽ ഞാനും അങ്ങനെ തന്നെയാണോ? നിങ്ങൾ എത്ര പ്രാവശ്യം എന്നെ ആയിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുടിച്ചിട്ട് വന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ വക്കീലിനെ തേടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതൊരു പക്ഷെ നിനക്ക് വക്കീലിനെ അറിയാത്തോണ്ടായിരിക്കും പോവാണ്ടിരുന്നെന്ന് പറയുമ്പോഴേക്കും സച്ചി അടിച്ചുകൊണ്ട് രേവതി പറയുന്നുണ്ട് സച്ചിന് എല്ലാം കളിയാണെന്ന്. ശ്രീകാന്ത് ആണെങ്കിൽ വർഷയെ കാണാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വർഷയാണെന്നുണ്ടെങ്കിൽ വക്കീലിനെ തേടി പോയിരിക്കുന്നു. ശരി നമ്മളായിട്ട് ഓരോന്ന് പറയണ്ട, എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്നാണ് സച്ചി പറയുന്നത്. വർഷയെ അവിടെ വെച്ചിട്ട് സച്ചിക്കും രേവതിക്കും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോഴേക്കും നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വലിയൊരു ഇഷ്യൂ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്